അമ്മ ആ ഞങ്ങളെ നാളെ വിഷു അല്ലേ പടക്കം മേടിക്കാൻ പോട്ടെ അമ്മ. ആ ഇന്നത്തെ കഴിഞ്ഞാൽ നല്ല തിരക്കാവും. അടക്കം മേടിക്കാൻ പൊക്കോ, പക്ഷെ എന്തെങ്കിലും കറി വെച്ചിട്ട് പോണം. എന്താ വിഷുവായിട്ട് നമ്മൾ എല്ലാ കറികളൊന്നും വെക്കാൻ നേരം കിട്ടില്ല. അപ്പൊ മത്തങ്ങയും പയറും വെക്കും, പിന്നെ മുട്ടയും പുഴുങ്ങിക്കും. മുട്ടയും പുഴുങ്ങണ. ഓക്കെ, എന്നിട്ട് ഞങ്ങള് പോട്ടാ. പൊക്കോ, കറി വെച്ചിട്ട് പൊക്കോ. അമ്മ വരണ്ടാ? ഞാൻ വരുന്നില്ല, കറി വെച്ചിട്ട് പോവാ. വന്നാ മതി. നമ്മൾക്ക് ഇന്ന് വിഷുവിന് സദ്യക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു മത്തങ്ങയും പയറും വെച്ചിട്ടുള്ള ഒരു എലിശ്ശേരി ഉണ്ടാക്കാം. അതിനിതേ നമ്മൾ മത്തങ്ങയൊക്കെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി ഒരു ചട്ടിയിലേക്ക് ഇട്ടു. ഇനി 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് വേവിക്കാൻ വെക്കാം. അപ്പത്തേക്കും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 പിടി നാളികേരം ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 2 പച്ചമുളക്, ഒരു 4 കുഞ്ഞുള്ളി, കുറച്ച് ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ മത്തങ്ങയൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പകുതി വേവില് വേവിച്ച് വെച്ചിട്ടുള്ള പയറും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അതൊക്കെ ഒന്ന് വെന്ത് വരുമ്പോ നമുക്ക് അതിലത്തെ മത്തങ്ങ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമുക്കതൊന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് താളിപ്പ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇട്ട് പിന്നെ നമ്മൾ അതിലേക്ക് ഒരു 2 പിടി നാളികേരം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇതുപോലെ വറുത്തെടുക്കണം. വറുത്തെടുത്ത നാളികേരത്തിന്റെ കൂട്ട് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മത്തങ്ങയും പയറിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മത്തങ്ങയും പയറും എലിശ്ശേരി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പടക്കം മേടിക്കാൻ പോകുമ്പോഴേക്കും എന്റെ മോള് കറികളൊക്കെ വെച്ചിട്ട് പോയേക്കണ്. അവർക്കൊക്കെ ഇറച്ചിയും മീനും ഉണ്ട്, എനിക്ക് ഈ പച്ചക്കറിയല്ലേ. എന്തായാലും എന്റെ മോള് പറഞ്ഞ പോലെ വെച്ചിട്ട് പോയിട്ടുണ്ട്. ഒരു തരം കറികളിൽ എന്താ എലിശ്ശേരി സൂപ്പറായിട്ടുണ്ട്. അതിന് പറ്റിയ ചമ്മന്തി. അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാരും വിഷു ഒക്കെ ആയിട്ട് പടക്കമൊക്കെ മേടിച്ച് വെച്ചാ. ഞങ്ങൾ ഇതേ പടക്കമൊക്കെ മേടിക്കാൻ പോയി. നമ്മുടെ പട്ടിക്കാട് നിന്നിട്ട് നമ്മൾ ആദ്യം പടക്കം മേടിച്ചത് നമ്മുടെ ജയൻ ചേട്ടന്റെ കടയിൽ നിന്ന്. ഇത് നമ്മുടെ അടുത്തുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പൊ അവിടെ നിന്ന് പടക്കമൊക്കെ മേടിച്ചു. മോന്റെ ഇഷ്ടത്തിനാണ് കേട്ടോ എല്ലാം മേടിച്ചത്. അപ്പൊ ഞങ്ങൾ ഇതേ അങ്ങനെ നേരെ ടൗണിലേക്ക് പോവാണ് കേട്ടോ. ടൗണിൽ ചെന്നിട്ട് നമ്മുടെ കടയിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. പിന്നെ വിഷു ഒക്കെ ആയിട്ട് കുറച്ച് ചെറിയ ചെറിയ അല്ലറ ചില്ലറ ഷോപ്പിങ്ങുകളൊക്കെ നടത്തി. അങ്ങനെ നമ്മൾ തിരിച്ചു വരുമ്പോ പാർക്കുട്ടി പിണങ്ങി. പാർക്കുട്ടിയുടെ ഇഷ്ടത്തിനൊന്നും മേടിച്ചില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ പാർക്കുട്ടിയുടെ ഇഷ്ടത്തിനും കൂടെ മേടിച്ചേക്കാന്ന് വിചാരിച്ച് നമ്മൾ വരും വഴി ഒരു കടയിൽ കയറി വീണ്ടും നമ്മൾ കുറെ പടക്കമൊക്കെ മേടിച്ചു. നമ്മളുടെ ഷോപ്പിംഗ് നമ്മൾ നേരത്തെ അങ്ങോട്ട് ചെയ്തു. നമുക്കിനി വിഷുവിന്റെ തലേദിവസം 2 ദിവസം മുമ്പേ നമ്മൾ തിരക്കിലായിരിക്കും. അപ്പൊ നമുക്ക് ഷോപ്പിങ്ങിനൊന്നും പോകാൻ ടൈം കിട്ടില്ല. അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടോ.